ACV ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവിതാംകൂർ, കൊച്ചിൻ, ഗുരുവായൂർ, കൂടൽമാണിക്യം ദേവസ്വങ്ങളിലെ വിവിധ തസ്തികകളിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് 1/9/2025 തീയതിയിൽ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. 37 തസ്തികകളിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത്. LD ക്ലർക്ക്, സ്ട്രോങ് റൂം ഗാർഡ്, ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, ടൈപ്പിസ്റ്റ് ഉൾപ്പെടെ ധാരാളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. LD ക്ലർക്ക് ഒഴിവുകൾ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നത്. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ജോലി ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും താൽപ്പര്യപ്പെടുന്നു. ക്ലാർക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി 4 വിജ്ഞാപനങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 4 വിജ്ഞാപനങ്ങളിൽ ഒരെണ്ണം ബൈ ട്രാൻസ്ഫർ വഴി നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി 3 വിജ്ഞാപനങ്ങളാണ് നേരിട്ടുള്ള നിയമനത്തിന് വേണ്ടിയിട്ടുള്ളത്. വിജ്ഞാപനങ്ങളിലെ പ്രായപരിധി, ശമ്പളം, യോഗ്യത തുടങ്ങിയ കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നതുകൊണ്ട് ഈ 3 വിജ്ഞാപനങ്ങളും വേറെ പരിശോധിക്കുന്നതായിരിക്കും ഉചിതം. ആദ്യമായി ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജ്ഞാപനം പരിശോധിക്കാം. കാറ്റഗറി നമ്പർ 39/2025 പ്രകാരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. തസ്തികയുടെ പേര് LD ക്ലർക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 എന്നാണ്. ശമ്പള സ്കെയിൽ 26,500 രൂപ, 60,700 രൂപ. വിദ്യാഭ്യാസ യോഗ്യതയിൽ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ ഒഴിവുകളുടെ എണ്ണം 113 ആണ്. കൂടാതെ ലിസ്റ്റിന് 3 വർഷം പരമാവധി കാലാവധി ഉണ്ടായിരിക്കും. ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് നിയമനം നടത്തുക. രണ്ടാമതായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ പരിശോധിക്കാം. കാറ്റഗറി നമ്പർ 66/2025. തസ്തികയുടെ പേര് ക്ലർക്ക് അല്ലെങ്കിൽ ദേവസ്വം അസിസ്റ്റന്റ് അല്ലെങ്കിൽ ജൂനിയർ ദേവസ്വം ഓഫീസർ എന്നാണ്. ശമ്പള സ്കെയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തുല്യമാണ്. 26,500 രൂപ, 60,700 രൂപ. എന്നാൽ വിദ്യാഭ്യാസ യോഗ്യതയിൽ SSLC അല്ലെങ്കിൽ തത്തുല്യം എന്ന് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം 1 ആണ്. എന്നാൽ 3 വർഷ കാലാവധി റാങ്ക് ലിസ്റ്റിന് പരമാവധി ഉണ്ടായിരിക്കുമെന്നും ആ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളിലേക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് നിയമനം നടത്തുന്നത്. നേരിട്ടുള്ള നിയമനമാണ് എന്നും പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയുടേതാണ്. കാറ്റഗറി നമ്പർ 74/2025. തസ്തികയുടെ പേര് LD ക്ലർക്ക്. തിരുവിതാംകൂർ ദേവസ്വത്തിനേക്കാളും കൊച്ചിൻ ദേവസ്വത്തിനേക്കാളും കുറഞ്ഞ ശമ്പള സ്കെയിലാണ് ഇവിടെ വിജ്ഞാപനത്തിൽ കാണിച്ചിട്ടുള്ളത്. ശമ്പള സ്കെയിൽ 18,000, 41,500 എന്നാണ് കാണിച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വത്തിലും കൊച്ചിൻ ദേവസ്വത്തിലും 36 വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാമെങ്കിൽ കൂടൽമാണിക്യം ദേവസ്വത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് പരമാവധി 40 വയസ്സുവരെ പ്രായം അനുവദിച്ചു. ഇനി LD ക്ലർക്ക് തസ്തികകളിലേക്ക് പൊതുവായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതിനാൽ ഇതര മതസ്ഥർക്ക് ജോലി സാധ്യത ഇല്ല. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.kdrb.kerala.gov.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകളെല്ലാം. രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കാം. അല്ലാത്തവർ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. പരീക്ഷാ ഫീസ് 500 രൂപയാണ്. SC/ST വിഭാഗക്കാർക്ക് 250 രൂപയാണ്. അപേക്ഷാ ഫീസ് സമർപ്പിക്കേണ്ടത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ്വേ വഴി ഓൺലൈനായി അടയ്ക്കേണ്ടതാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അർഹതപ്പെട്ട റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നോട്ടിഫിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്ത് പരിശോധിച്ചതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നതിനാവശ്യമായ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടച്ച അപേക്ഷാ ഫീസ് ഒരു കാരണവശാലും തിരികെ നൽകുന്നതല്ല എന്ന് നോട്ടിഫിക്കേഷനിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30/9/2025 അർദ്ധരാത്രി 12 മണി വരെയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.